എന്താണ് എല്ലാവർക്കും നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു നീറ്റ് എക്സാമിന്റെ കുറച്ച് കാര്യങ്ങളെ പറ്റിയും അതിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ന്യൂസിനെ പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം മുതൽ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് തിരക്കുകൾ കാരണം ഇന്നാണ് എനിക്ക് ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. അപ്പൊ ഞാൻ ഇന്നത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ എന്റെ അനുഭവങ്ങളിലൂടെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പലപ്പോഴും നമുക്ക് ഈ ഒരു നീറ്റ് എക്സാമിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ സീരിയസ്നെസ് എന്താണോ ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങളും അറിയാതെയും അതുപോലെ ഇതിനെ അനുകൂലിച്ചും ഇതിനെ പ്രതികൂലിച്ചും ഒക്കെ പല വ്യക്തികളും പല സ്ഥലങ്ങളിലും ഒക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ എക്സാം എന്താണെന്നുള്ള ഒരു ബേസിക് ഒരു നോളജ് പോലും ഇല്ലാതെയാണ് പലരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അതിന്റെ സീരിയസ്നെസ് എന്താണെന്നോ ആ കുട്ടികൾ എത്രമാത്രം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നോ പോലും മനസ്സിലാക്കാതെയാണ് പലരും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ സംസാരിക്കുന്നത്. അപ്പൊ ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ്, അതുപോലെ ആ എക്സാം എലിജിബിൾ ആയ ഒരു വ്യക്തിയും കൂടെയാണ്. ഞങ്ങളുടെ ഈ ഒരു ഫസ്റ്റ്, അതായത് ഈ ഒരു നീറ്റ് എക്സാം എന്ന് പറയുന്നത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ആണ്. അതായത് നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ മെഡിക്കൽ ഡിഗ്രിയിലേക്ക്, അതായത് MBBS, അതുപോലെ BAMS, അതായത് ആയുർവേദ, ഹോമിയോ, അതുപോലെ തന്നെ നഴ്സിംഗ് അങ്ങനെയുള്ള കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിൽ നമുക്ക് സീറ്റ് കിട്ടാനായിട്ട് ഈ എക്സാം എഴുതിയാലാണ് അതിന്റെ റാങ്ക് അനുസരിച്ചാണ് നമുക്ക് ഈ ഒരു കോഴ്സസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിന് മുന്നേ ഉള്ള സമയങ്ങളിലൊക്കെ നമുക്ക് മാർക്ക് ബേസിസിലായിരുന്നു. അതായത് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടുന്നവർക്കൊക്കെ അതിനനുസരിച്ചായിരിക്കും ഓരോ കോഴ്സിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റുകളിലും അവരവരുടെ തന്നെ എക്സാം ഉണ്ടായിരുന്നു, എൻട്രൻസ് എക്സാം. അതായത് ഈ നീറ്റ് എക്സാം വരുന്നതിന് മുന്നേ അവരുടെ ഓരോ ജില്ലകളിലല്ല, ഇപ്പൊ നമ്മൾ കേരളത്തെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ കേരള എൻട്രൻസ് ഉണ്ട്, അതുപോലെ തമിഴ്നാടിന് ഒരു എക്സാം ഉണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ എക്സാം ഉണ്ടാവും. പക്ഷേ ഈ ഒരു നീറ്റ് എക്സാം വന്നപ്പോ ഇന്ത്യ മുഴുവനും ഒറ്റ എക്സാം ആയി. അതായത് കേരളയിലും തമിഴ്നാടായിരുന്നാലും ഏത് സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു എക്സാം ഒറ്റ എക്സാം ആണ്. ആ ഒറ്റ എക്സാമിൽ എന്ന് പറയുന്നത് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ആ ഒരു ഇന്ത്യ മുഴുവനും 5-6 ലക്ഷം കുട്ടികളാണ് ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു ഒറ്റ എക്സാമിന് വേണ്ടി മത്സരിക്കുന്നത് ആ ഒരു 5-6 ലക്ഷം കുട്ടികളായിരുന്നു ഇന്ത്യ മുഴുവൻ. അതിൽ തന്നെ കേരളത്തിൽ ഒരു 32-35,000 സ്റ്റുഡൻസ് ആണ് നമുക്ക് ഈ ഒരു എക്സാം എഴുതുന്നത്. അത് ചില കുട്ടികൾ +2 കഴിഞ്ഞ ഉടനെ എഴുതുന്നവരുണ്ട്, ചില കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നവരുണ്ട്, റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നവരുണ്ട്. അതുപോലെ തന്നെ 3-4 വർഷം ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിയവരുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു +2 കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പഠിക്കാതെ ജസ്റ്റ് അതിനെപ്പറ്റി ഒരു അവയർനെസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതിയതാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ ഈ ഒരു നീറ്റ് എക്സാം വരുന്ന സമയത്ത് ആദ്യം അറ്റൻഡ് ചെയ്ത ബാച്ചിലുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഒരു എൻട്രൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ 1 ഇയറോളം ഈ ഒരു മെഡിക്കൽ MBBS സീറ്റിന് അഡ്മിഷന് വേണ്ടിയിട്ട് ഈ ഒരു എക്സാം, അതായത് നീറ്റ് എക്സാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്ത് ആ എക്സാമിൽ എലിജിബിൾ ആയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇതിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഓരോ കുട്ടികളും ഏതൊക്കെ മാനസികാവസ്ഥയിലൂടെയാണ് ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്, ആ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, ആ എക്സാം കഴിഞ്ഞതിന് ശേഷം അവരുടെ ലൈഫ് എങ്ങനെയാണ്, അതിനുശേഷം അവർക്ക് ആ ഒരു MBBS എന്ന സ്വപ്നമോ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ നേടാതിരിക്കുമ്പോൾ അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ പല വ്യക്തികളും ഈ ഒരു ആ കുട്ടികളുടെ പഠനത്തിന്റെ ആ ഒരു കുട്ടികൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ടാവുമെന്നോ അതിന്റെ സീരിയസ്നെസ്സോ പലരും മനസ്സിലാക്കാതെയാണ് ഈ ഒരു എക്സാമിനെ പറ്റിയും ഇതിനെപ്പറ്റിയൊക്കെ ഓരോ പ്രശ്നങ്ങൾ പറയുന്നത്. പക്ഷെ ഈ കുട്ടികളെല്ലാം എന്തുവാണ്, ചിലപ്പോൾ കുട്ടിക്കാലം മുതലേ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. നമുക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന കോച്ചിങ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ബ്രില്യൻ പാല, അതുപോലെ തന്നെ തൃശ്ശൂരിലെ ഒരു കോച്ചിങ് സെന്റർ ഉണ്ടായിരുന്നു. അത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. എനിക്ക് ഓർക്കുന്നില്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ബ്രില്യൻ പാലയിലും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ ഒരു തൃശ്ശൂരെ ആ ഒരു കോച്ചിങ് സെന്ററിൽ ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രത്തെ കോച്ചിങ് സെന്ററിലായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടാണ്, അതായത് അത്രയും എന്തുവാണ് ഹാർഡ് വർക്ക് ചെയ്താണ് ആ എക്സാം പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു 1 ഇയർ എന്ന് പറയുന്നത് ഞാൻ വേറെ എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ഇഷ്ടങ്ങൾ, അതുപോലെ എന്റെ ഫ്രണ്ട്സുമായിട്ടുള്ള കറക്കം എല്ലാം നിർത്തിയിട്ട് ഞാൻ അതിനുവേണ്ടി ഫോക്കസ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് സീറ്റിൽ തന്നെ കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ ഒരു നീറ്റ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാ കുട്ടികളും അങ്ങനെയാണ്. നമുക്ക് ഗവൺമെന്റിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫീസ് ഒന്നും അടയ്ക്കാതെ തന്നെ കുറച്ച് ഫീസ് എന്തെങ്കിലും എക്സാം ഫീയോ അങ്ങനെയൊക്കെ അടച്ചാൽ മതിയാവും. പക്ഷെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പുറത്ത്, അതായത് നമുക്ക് ഹാഫ് ഗവൺമെന്റും പ്രൈവറ്റും ആയിട്ടുള്ള ആണെങ്കിൽ, അതായത് പ്രൈവറ്റ് കോളേജുകൾ ഗവൺമെന്റ് സീറ്റിലാണെങ്കിലും ഇത്രയും ഫീസൊന്നും വരുന്നില്ല. പക്ഷെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ 50 ലക്ഷം, 1 കോടി വരെയൊക്കെ ഇപ്പൊ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു MBBS എന്ന് പറയുന്ന ഒരു സീറ്റ് പോകുന്നത്, ആ ഒരു എക്സാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് 17 വയസ്സാണ്. അപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 17 ആണ്. 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ +2-ന് ഫിസിക്സ്, കെമിസ്ട്രി,
മാത്സ് അല്ല, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, അതായത് ബയോളജി, ഈ വിഷയങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു നീറ്റ് എക്സാം, അതായത് മെഡിക്കൽ എൻട്രൻസ് എക്സാമിന് എലിജിബിൾ ആയിട്ടുള്ളത്. അതായത് നമുക്ക് എക്സാം എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ളത് ഈ 17 വയസ്സ് തികഞ്ഞിരിക്കണം. അതുപോലെ സയൻസ് സബ്ജക്റ്റിൽ നമുക്ക് +2 പാസ്സായിരിക്കണം. ഇതാണ് ഈ ഒരു എൻട്രൻസിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ എൻട്രൻസ് എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് എക്സാമിന്, അതായത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നുള്ള മാനസികാവസ്ഥയും അതുപോലെ എക്സാമിന് കയറുമ്പോഴും അത്രയും സെക്യൂരിറ്റിയോടെയാണ് നമ്മുടെ ഈ ഒരു എക്സാം എഴുതുന്നത്. അതായത് കയറുന്നതിന് മുമ്പ് നമ്മുടെ ബോഡി ഫുള്ള് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഐഡന്റിറ്റി അവർ ചെക്ക് ചെയ്യും. നമുക്ക് ഓർണമെന്റ്സോ അതുപോലെ തന്നെ നമുക്ക് വാച്ചോ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് എക്സാമിന് പോവുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരി ഉത്തരം നമുക്ക് മാർക്ക് ചെയ്യുക. അതായത് ഒരു ബബിൾ സിസ്റ്റം ആണ്, മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് മാർക്കിങ്ങും ഇതിലുണ്ട്. നെഗറ്റീവ് മാർക്കിംഗിൽ മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് 40 ക്വസ്റ്റ്യൻ ശരിയായി, അതിന് ഓരോന്നിനും ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ് കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ് മാർക്ക് വരുമ്പോൾ ഇതിനെല്ലാം ഈ കിട്ടിയ മാർക്കിൽ നിന്ന് അത് കുറയും. അതായത് കിട്ടിയ മാർക്കിൽ നിന്ന് ഇപ്പൊ 10 ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ 10 മാർക്ക് ഈ കിട്ടിയതിൽ നിന്ന് കുറയും. അപ്പൊ നമ്മൾ അത്രയും പുറകിലോട്ട് വരും. അത് മാത്രമല്ല, ആദ്യമായിട്ട്, അതായത് നമ്മുടെ ഈ ഒരു നീറ്റ് എക്സാം വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 5-6 ലക്ഷം കുട്ടികളുമായിട്ടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അത് മാത്രമല്ല, ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് നമ്മൾ എലിജിബിൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ കേരളയിലെ റാങ്ക് വന്നിട്ടുണ്ടാവും. ആ റാങ്കിൽ 1000-നകത്ത് വരണം. അതായത് ഏകദേശം 36,000-ഓളം സ്റ്റുഡൻസ് ആണ് അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ 1000-നകത്ത് വരുമ്പോഴാണ് നമുക്ക് ട്രിവാൻഡ്രം പോലുള്ള മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് നമുക്ക് കയറാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ നമുക്ക് റാങ്കിങ് വെച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു റിസർവേഷൻ വരുമ്പോൾ ഇപ്പോ പല റിസർവേഷൻ വരുന്നുണ്ടോ, അത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു റാങ്കിങ്ങിൽ ചേഞ്ച് വന്നിട്ട് അതിനനുസരിച്ച് സീറ്റും അവൈലബിൾ ആണ്. അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ അത്രയും പ്രഷറോടെയാണ് ഈ ഒരു ഓരോ എക്സാം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്റെ ഒരു എക്സ്പീരിയൻസിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ 1 ഇയർ എന്ന് പറയുന്നത് എന്റെ ഫ്രണ്ട്സ്, ഞാൻ ആ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതിന് പോകുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഞാൻ പോയി പഠിച്ചത്. അപ്പോൾ എന്റെ പേരൻസ്, ഞങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഒത്തിരി പൈസയൊന്നും ഇതിനു വേണ്ടി ഞങ്ങൾ സേവ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് അക്കാഡമിക്കലി നല്ല മാർക്ക്, അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. 10th 90 എബോവ് മാർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടിക്കാലം മുതലേ തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എയിം ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു ഡോക്ടർ ആവുക എന്നുള്ളത് എയിമിലൂടെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. 10th ക്ലാസ്സിൽ അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു, 90 എബോവ് മാർക്ക് ഉണ്ടായിരുന്നു. +2-നും അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് ഈ ഒരു എക്സാം പഠിച്ചിട്ടുണ്ടായിരുന്നു. 1 ഇയറോളം എല്ലാ കുട്ടികളും വീട്ടിൽ പോകുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഈ ഒരു കോച്ചിങ് സെന്ററിന്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ഹോസ്റ്റൽ ഉള്ളത്. ട്രിവാൻഡ്രത്ത് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ആണ്. അവിടെയാണ് ഞാൻ. ആ ഹോസ്റ്റലിലായിരുന്നു, ലേഡീസ് ഹോസ്റ്റലാണ്. അവിടെ ആ ഒരു ചാപ്പലിനടുത്ത് ഒരു സ്ഥലമുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഇരുന്ന് കൊതുകൊക്കെ കൊണ്ടിട്ട് രാത്രി വരെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ രാത്രി കാലങ്ങളൊക്കെ ഉറങ്ങാതെയൊക്കെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ കഷ്ടപ്പെട്ടാണ്. ഓരോ കുട്ടികളും അങ്ങനെയാണ്. ചില കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു രാത്രി ബ്രഷും കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ബ്രഷ് ചെയ്തിട്ട് ആ സമയത്തൊക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവർക്ക് അത്രയും പ്രഷറാണ്, മെന്റൽ പ്രഷർ ഇവർക്ക് അത്രമാത്രം ഉണ്ട്. അത്രയും കുട്ടികളോട് കൂടിയാണ് ഇവർക്ക് മത്സരിക്കേണ്ടെന്നുള്ളത് പറഞ്ഞാൽ ആ എക്സാം അത്രയും കോമ്പറ്റീഷനുള്ള എക്സാം ആണ്. അതോടൊപ്പം തന്നെ അത്രയും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കൂടാതെ തന്നെ അതിനേക്കാളും ഒരു മെന്റൽ പ്രഷർ തന്നെയാണ് അതിന് മുന്നുള്ള കുറെ ക്രൈറ്റീരിയാസ്. നമുക്ക് ഈ ഒരു എക്സാം കയറുന്നതിന് മുന്നുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മുടെ ഫുൾ ചെക്ക് ചെയ്ത് നമ്മളെ മെന്റലി തന്നെ ഡൗൺ ആക്കിയിട്ടാണ് നമ്മളെ എക്സാമിനോട്ട് കയറ്റുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, അപ്പൊ തന്നെ കുറെ കോൺഫിഡൻസ് പോകും. അപ്പോൾ ഇതിനെപ്പറ്റി നേരത്തെ അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ ആ സമയത്ത് കൊണ്ട് തന്നെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലാവും. അതുകൂടെ തന്നെ ക്യാമറ, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. എല്ലാം കൊണ്ട് അത്രയും സെക്യൂരിറ്റിയോടെ എഴുതുന്ന എക്സാം ആണ് ഈ ഒരു നീറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റേതായ സീരിയസ്നെസ്സും അത്രമാത്രമാണ്. പക്ഷെ അതിൽ കുറെ ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു. 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാനും അറിയുന്നത് ഈ ഒരു എക്സാമിൽ 5-6 ലക്ഷം അന്നത്തെ സമയത്ത്, അത് 2016 ഒക്കെ ആയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതിൽ കുറച്ച് ഫ്രോഡ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അതില് 5-6 ലക്ഷം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10 ലക്ഷം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസറും അതെല്ലാം അതുപോലെ കിട്ടും. അത് വെച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ജയിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. ഏറ്റവും കൂടുതലും പൈസ ഉള്ള കുട്ടികളാണ്. അവര് ഇത്ര പൈസ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കും. അതിൽ ആർക്കാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഏജൻസി ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇതിനെ ഇടയ്ക്ക് നിൽക്കുന്നവര് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുക്കും. ക്വസ്റ്റ്യൻസ് അതുപോലെ പഠിച്ചിട്ട് അല്ലെങ്കിൽ അത് കർപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അവർ എലിജിബിൾ ആവാറുണ്ട്. അങ്ങനെ ഒരുപാട് ഫ്രോഡ് പരിപാടി ഇത്രയും സെക്യൂർ ആയിട്ട് നടക്കുന്ന ഈ എക്സാമിൽ ഉണ്ടെന്നുള്ളത് ഞാൻ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്ത് ഇതിന്റെ പൈസ നഷ്ടം, അതുപോലെ തന്നെ ആ കുട്ടിയുടെ ലൈഫ് നഷ്ടമാവുന്നു. ആ കുട്ടിയുടെ ലൈഫ് എന്ന് പറയുമ്പോൾ അവര് എല്ലാം കളഞ്ഞിട്ടാണ് ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സാമിന്റെ ആ ഒരു കോച്ചിങ് എന്ന് പറയുന്നത്, അതിനുള്ള ഫീസ്,
ഫീസ്, അതിന്റെ അവരുടെ ഒരു ഹോസ്റ്റലിലാണെങ്കിൽ ആ കാര്യങ്ങളുടെ ചെലവുകൾ എല്ലാം കളഞ്ഞിട്ടാണ് ആ കുട്ടി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടി സംഭവിച്ചിട്ടാണ് ഈ ഒരു എക്സാമിൽ ആ കുട്ടി എലിജിബിൾ ആയിട്ടില്ലെങ്കിൽ, അല്ലെ ആ കുട്ടി പുറകിലോട്ട് പോവുകയാണെങ്കിൽ, റാങ്കിങ്ങിൽ പുറകിലോട്ട് പോവുകയാണെങ്കിൽ ആ കുട്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ആ കുട്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത് സ്പോയിൽ ആവുന്ന സിറ്റുവേഷനിലോട്ട് എത്തും. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു എക്സാമിൽ ഞാൻ എലിജിബിൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു കേരള എൻട്രൻസ്, കേരള റാങ്ക് ലിസ്റ്റ് വരും. അതായത് നമ്മൾ ഓൾ ഇന്ത്യ റാങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇത്രയും കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കേരള റാങ്കിങ് എടുക്കുമ്പോൾ 1000-നകത്ത് നമ്മുടെ റാങ്കിങ് വരണം. എന്നാൽ മാത്രമേ നമുക്ക് ട്രിവാൻഡ്രം പോലുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഒരു റാങ്കിങ്ങിൽ എനിക്ക് 1000-നകത്ത് റാങ്ക് ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഒന്നുകിൽ എന്താണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ, അല്ലെങ്കിൽ അതായത് നമുക്ക് ഗവൺമെന്റ് സീറ്റുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ കുറച്ച് ഫീസൊക്കെ കൊടുത്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് മറ്റു കുട്ടികൾ 30-40 ലക്ഷം ഒക്കെ കൊടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇത്രയും ഫീസൊന്നും ഇല്ലാതെ ഒരു 5-6 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമോ ഒന്നും വേണ്ടി വരത്തില്ല. ആ സമയത്ത് 5 ലക്ഷം ഒക്കെ കൊടുത്താൽ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും അന്ന് ആരും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു പൈസ ഒന്നും കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു എന്റെ പേരൻസിനുണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ 5 ലക്ഷവും 10 ലക്ഷവും ഒന്നും കൊടുക്കാനുള്ള സിറ്റുവേഷൻ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. എന്നെ എൻട്രൻസിനെ പഠിപ്പിച്ചത് തന്നെ ഏകദേശം നല്ല അതിന് വേണ്ടിയിട്ടുള്ള ചെലവുകളൊക്കെ ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു. അത് എന്റെ പേരൻസ്, എന്റെ പപ്പായും അമ്മയും ഒക്കെ അതിന് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അത്യാവശ്യം ഞാൻ നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് എനിക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോ ഈ ഒരു സമയത്ത് എനിക്ക് ബി എം എസ് അല്ലെങ്കിൽ നമുക്ക് ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോയിലൊക്കെ നമുക്ക് കയറായിരുന്നു. പക്ഷെ ആ സമയത്ത് എന്റെ മനസ്സിൽ ഒൺലി MBBS എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു എനിക്ക് ഈ കോഴ്സ് മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നുള്ളത്. കാരണം വർഷങ്ങളായിട്ട് ഞാൻ അതിൽ തന്നെ എന്റെ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ലായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മാറാനേ പറ്റുന്നില്ലായിരുന്നു. ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറാനേ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആയുർവേദ അല്ലെങ്കിൽ അതിനൊന്നും അപ്ലൈ ചെയ്തില്ല എന്നുള്ളതാണ്. ആ റാങ്കിങ്ങിൽ അപ്ലൈ ചെയ്തില്ല, അതിനുവേണ്ടി ട്രൈ ചെയ്തുമില്ല. അത് മാത്രമല്ല നമുക്ക് മെഡിസിന് വേണ്ടിയിട്ട്, അതായത് MBBS വേണ്ടി തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സീറ്റ്സ് ഉള്ള മെഡിക്കൽ കോളേജുകളുണ്ടല്ലോ, അവിടെ നമുക്ക് ഫീസ് കൊടുക്കേണ്ടി വരും. ഇത് ഗവൺമെന്റ് സീറ്റ് തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് കുറച്ച് ഫീസ് കൊടുക്കേണ്ടി വരും. ആ ഒരു കോളേജിന്റെ ഫീസ്, ആ ഒരു അഡ്മിഷന്റെ ഫീസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് അലോട്ട്മെന്റിലൊക്കെ വരുമെങ്കിലും നമുക്ക് ഫീസ് നമ്മൾ അടയ്ക്കേണ്ടി വരും. പക്ഷെ നമ്മൾ ഗവൺമെന്റിലാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് 1 lakhന് താഴെ അല്ലെങ്കിൽ 25,000 അല്ലെങ്കിൽ 1 lakh നമ്മുടെ ഈ എക്സാം ഫീ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അടയ്ക്കേണ്ടതുള്ളൂ. നമുക്ക് അങ്ങനെ കോഴ്സ് ഫീ ആയിട്ടൊന്നും നമുക്ക് അടയ്ക്കേണ്ടി വരത്തില്ല. എന്റെ പേരൻസിന് എന്ന് പറഞ്ഞാൽ അത്രയും പൈസ കൊടുത്ത് പഠിക്കണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അത് മാത്രമല്ല എന്നെ കെട്ടിച്ചുവിടേണ്ടത് ഉള്ളതുകൊണ്ട് അങ്ങനെ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അന്ന് നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ഒത്തിരി പേര് പറഞ്ഞു അങ്ങനെ സ്ഥലമൊക്കെ ചെയ്തിട്ട് പഠിപ്പിച്ചുകൂടായോ എന്ന് ചോദിച്ചു. പക്ഷെ അവരുടെ കയ്യിലൊക്കെ പൈസ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാമായിരുന്നു. പക്ഷെ എന്നെ ആരും ഹെൽപ്പ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്റെ പേരൻസിന് അങ്ങനെ വസ്തു വിട്ടിട്ട് എന്നെ പഠിപ്പിക്കേണ്ട കാര്യം അങ്ങനെ വേണ്ട, കെട്ടിച്ചു വിടാനുള്ളതാണല്ലോ, ഞാനൊരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് അങ്ങനെ വേണ്ട എന്നുള്ളത് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പിന്നെ ട്രൈ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് വിഷമിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ അഡ്മിഷനായി, ഞാൻ UG കോഴ്സിന് അഡ്മിഷന് ചേർന്നു. ആ സമയത്ത് ഞാൻ ആ ക്ലാസ്സിന് പോകുമ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടായ ഒരു എക്സാമിന്, ഞാൻ സെക്കൻഡ് ഇയർ ആയിട്ട് പോലും എനിക്ക് ഈ ഒരു സ്വപ്നം എനിക്ക് കളയാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത്രമാത്രം അതെന്നെ അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച എന്റെ ഫ്രണ്ട്സ് എല്ലാം, അതായത് ഈ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് വന്നിട്ടുള്ള എന്റെ റൂംമേറ്റ്സ് ആയിട്ടുള്ള കുട്ടികളെല്ലാം കളിച്ച് പഠിക്കാതെ ഒത്തിരി എൻജോയ് ചെയ്ത് നടക്കുമ്പോൾ ഞാൻ അതെല്ലാം കളഞ്ഞിട്ട് രാത്രിയും പകലും ഇല്ലാതെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഒത്തിരി പഠിച്ചിട്ടുണ്ടായിരുന്നു. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം UGക്ക് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് കൊണ്ടോ നമുക്ക് മാർക്കുണ്ടെങ്കിലോ യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. നമ്മുടെ എഫേർട്ടിനൊന്നും പലരും വാല്യൂ കൊടുക്കാറില്ല. കാരണം ഇന്ന് ഫേക്ക് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലയിടങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പല പാർട്ടികൾ, ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിയെയോ ഒന്നും പറയുന്നില്ല, രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും പറയുന്നില്ല, അത് കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ അവരുടെയൊക്കെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നിനക്ക് അഡ്മിഷൻ തരാം എന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഈ ഒരു +2 ഈ ഒരു സംഭവത്തിന് ശേഷം എന്റെ പേരൻസ്, എന്റെ അമ്മയ്ക്ക് എന്നെ നഴ്സിംഗിന് വിടണമെന്നായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് എന്റെ മാത്രം ഒരു സംഭവമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു MBBS എന്ന് പറയുന്ന ആ ഒരു സ്വപ്നത്തിൽ നിന്ന് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ എനിക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതുമായിട്ട് റിലേറ്റ് ഒന്നും വേണ്ട, ഞാൻ വേറെ കോഴ്സ് എടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ UG കോഴ്സിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്തത്. ഈ ഒരു സംഭവത്തിൽ എന്റെ മദർ ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ഫുഡൊന്നും കഴിക്കാതെ ഇരിക്കുന്നത്, എനിക്ക് നഴ്സിംഗിന് പോകാൻ ഒട്ടും താല്പര്യമില്ല, എന്നെ അതിന് വിടണ്ടെന്ന് പറഞ്ഞു. എങ്കിലും എന്റെ അമ്മ എനിക്ക് വേണ്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ അയച്ചു. അങ്ങനെ എനിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് അഡ്മിഷൻ എനിക്ക് കിട്ടി നഴ്സിംഗിന്. പക്ഷെ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു ബഹളം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ അതിന് പോയില്ല. എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് നഴ്സിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് നല്ല ഫീൽഡാണ്,
ഒത്തിരി പേർക്ക് അത് ഗുണമായിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, അതാണ് സത്യം. അപ്പോൾ എന്റെ ഉള്ളിൽ ആ സമയത്ത് മെഡിക്കൽ ഡോക്ടർ ആകുക എന്നുള്ള തോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലെങ്കിൽ അത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊന്നുമല്ല, വേറെ എന്തെങ്കിലും പഠിച്ചോളാം എന്നുള്ളതായിരുന്നു. എനിക്ക് എഞ്ചിനീയറിംഗിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേര് പറഞ്ഞു എഞ്ചിനീയറിംഗിന് പോയിക്കൂടായിരുന്നു, കാരണം അതിനനുസരിച്ചുള്ള അത്യാവശ്യം മാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നത് ഡോക്ടർ ആവുക എന്നുള്ള താല്പര്യം മാത്രമായിരുന്നു. അങ്ങനെ ഞാനത് വിട്ടു. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു സെക്കൻഡ് ഇയറും ഞാൻ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് എക്സാമിന്. എന്തുകൊണ്ടാണ് എനിക്ക് തന്നില്ല, എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ. കാരണം അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, പേരൻസ് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്കത് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ 2-3 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അതായത് ഇതിനിടയ്ക്ക് ഇത്ര ലക്ഷം കൊടുക്കുമ്പോൾ ഈ പേപ്പർ ചോർത്തി കിട്ടും. അപ്പൊ അവർക്ക് ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. അവർ റാങ്കിങ്ങിൽ ഫസ്റ്റ് വരും. അവർ എലിജിബിൾ ആയിരിക്കത്തില്ല. പക്ഷെ എലിജിബിൾ എന്ന് പറയുമ്പോൾ അവർക്ക് അതിനുള്ള അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് അവർ നന്നായിട്ട് പഠിച്ചിട്ടൊന്നും ഒന്നും ഉണ്ടാവത്തില്ല. അവർ ഫ്രോഡ് ആയിട്ടുള്ള സിസ്റ്റം വഴി അവർ എൻട്രൻസ് മെഡിക്കൽ എൻട്രൻസിൽ എലിജിബിൾ ആവുന്നു, അവർ മെഡിക്കൽ ഡോക്ടറായിട്ട് പുറത്തു വരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളോ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അവരുടെ ലൈഫ് സ്പോയിൽ ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഡിപ്രഷൻ അടിച്ച്, വിഷമിച്ച്, ടെൻഷൻ അടിച്ച് അവരുടെ ലൈഫ്, അവരുടെ കരിയറും എല്ലാം പോയി മുന്നോട്ട് പോകാൻ പറ്റാതെ അവർക്ക് പല വിധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിൽ തന്നെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഞങ്ങളുടെ ബാച്ചിൽ ഒരുപാട് കുട്ടികൾ, എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള 2-3 പേര് പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഭയങ്കരമായിട്ട് വിഷമിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം നല്ല കോച്ചിങ് സെന്ററിലാണ് പോയി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവരെല്ലാം നന്നായിട്ട് പഠിക്കുന്ന, നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള 96 എബോ ഒക്കെ മാർക്കുള്ള കുട്ടികൾക്ക് പോലും ഈ ഒരു എൻട്രൻസ് എക്സാമിൽ അവർ പിന്തള്ളപ്പെട്ടു പോയി. കാരണം ഈ ഒരു പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ചാൻസ് ഇല്ല എന്നുള്ളതാണ്. അതിനുശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ UG കോഴ്സിനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് അലോട്ട്മെന്റിൽ വരുന്നില്ല. എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു, എങ്കിൽ പോലും എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അഡ്മിഷൻ കിട്ടാതിരുന്നപ്പോ ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, നീ ജനറൽ കാറ്റഗറിയിലാണല്ലോ, നിനക്ക് സംവരണം ഇല്ല, നീ ഇപ്പൊ ജനറൽ കാറ്റഗറിയിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കാത്തലിക്കിൽ നിന്ന് കൺവേർട്ട് ആയിട്ട് വന്ന ആളാണ്. അപ്പൊ കാത്തലിക് അല്ലാത്തത് കൊണ്ട് നമുക്ക് അതിന്റെ ഒരു സംഭവങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു നമുക്ക് വേറൊരു സംഭവം എന്ന് പറഞ്ഞാല് ഈ ഒരു സംവരണത്തിന്റെ സംഭവങ്ങൾ അവർക്ക് കുറച്ച് സീറ്റ് കൊടുക്കും. അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിയിൽ നിന്നുള്ള, അതായത് ഇപ്പോ ഞാൻ ഏത് പാർട്ടിയിൽ നിന്നും പറയുന്നില്ല, എല്ലാ പാർട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇന്ന പാർട്ടിയൊന്നും പറയുന്നില്ല. പക്ഷെ അവരെന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, അവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവരുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അഡ്മിഷൻ തരാമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്കല്ലാതെ കിട്ടുമെങ്കിൽ മതി, എനിക്കല്ലാതെ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ കയറിക്കോളാം എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ UG കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ PG ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് PG ക്ക് പോകണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, ഒരുപാട് പഠിച്ചു. അങ്ങനെ ഒരു എക്സാമിൽ ഞാൻ എലിജിബിൾ ആയി. അതിനകത്ത് എനിക്ക് റാങ്കിങ്ങിൽ വന്നു. അപ്പോഴും അവിടെ പറഞ്ഞത് അവരോട് എന്ന് വെച്ചാൽ, എന്റെ റാങ്കിങ്ങിൽ എത്തുമ്പോൾ എനിക്ക് ജോലി ആവുന്നില്ല. അതായത് അപ്പോഴും അവർ പറയുന്നത് പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ആ ഒരു വിശ്വാസവും പോയി. അതിനുശേഷം ഞാൻ PG ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ആ സമയത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ തന്നെയാണ്. മാർക്കിങ്ങിൽ അവിടെ കാര്യമില്ല. എന്നെക്കാളും മാർക്ക് കുറഞ്ഞ 60ഉം 70ഉം ഉള്ള 60ഉം 65ഉം ഉള്ള സ്റ്റുഡൻസ്, എനിക്കന്ന് ഡിഗ്രിക്ക് ഏകദേശം 82% ഉണ്ട്. ഈ സമയത്ത് പോലും 82% മാർക്ക് എനിക്ക് ഈ ഒരു കെമിസ്ട്രി ഡിഗ്രിക്ക് ഉണ്ടെങ്കിൽ പോലും, അതിന് പോലും എന്നിട്ട് പോലും എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിലെ അണ്ടറിൽ വരുന്ന കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ ഞാൻ അവിടെ സ്പോട്ട് അഡ്മിഷൻ ഇരിക്കുമ്പോൾ 60%ഉം 65% ഉള്ള കുട്ടികൾ നൈസായിട്ട് കയറി പോകുന്നു കോളേജിലേക്ക്, ഗവൺമെന്റ് കോളേജുകളിലേക്കും ഗവൺമെന്റ് ആയിട്ടുള്ള എയ്ഡഡ് കോളേജുകളിലേക്ക് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നു. അപ്പൊ തന്നെ എനിക്ക് ഈ ഒരു സിസ്റ്റത്തോട് വെറുപ്പാ തോന്നിയത്. അതായത് പഠിക്കുന്ന കുട്ടികളും കഷ്ടപ്പെടുന്ന കുട്ടികളും പൈസ ഇല്ലാത്ത കുട്ടികൾക്കും ഒക്കെ പുറകിലോട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഞാൻ PG ക്ക് MG യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു. എനിക്ക് അപ്ലൈ ചെയ്തു, എനിക്ക് അവിടെ നിന്ന് അഡ്മിഷൻ കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇവിടെ തിരുവല്ലയിലേക്ക് കോഴ്സിന് പോകുന്നത്. അപ്പോ അത് PG പഠനം സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് നമുക്ക് അതായത് കോഴ്സ് വർക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് കോളേജിൽ തന്നെ ചെയ്യാൻ പറ്റത്തില്ല, പുറത്ത് തന്നെ പോയി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അന്നത്തെ പ്രൊഫസർ ആയിരുന്ന ബിജു സർ, അതായത് നമ്മുടെ HOD ആയിരുന്ന ബിജു സർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആർക്കും ഞാൻ സൈൻ ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ നല്ല ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് CSIR അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ CSIR അപ്ലൈ ചെയ്തു. അങ്ങനെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അയച്ചത്. പക്ഷെ അത് കറങ്ങിത്തിരിഞ്ഞ് ഈ ഒരു പ്രിയ മാമിന്റെ അണ്ടറിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ വർക്ക് എന്ന് പറഞ്ഞാൽ ക്യാൻസറിന്റെ റിസർച്ച് വർക്കായിരുന്നു. അപ്പൊ എന്റെ ഈ ഒരു +2 കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച ഒരു ഓങ്കോളജിസ്റ്റ് ആകണമെന്നുള്ളതായിരുന്നു.
അതായത് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ആഗ്രഹം കുറെ വർഷങ്ങൾക്ക് ശേഷം അത് പൂവണിഞ്ഞു, അത് കറങ്ങി തിരിഞ്ഞ് ഞാൻ എന്റെ PG പഠനം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത് തന്നെ റിസർച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അഡ്മിഷനും അവിടെ നമുക്ക് ഫീസ് അടയ്ക്കണം. ഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നമുക്ക് ഗവൺമെന്റിൽ കിട്ടിയാൽ പോലും നമുക്ക് അവിടെ നമ്മുടെ ഈ ഒരു കോഴ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫീസ് ഉണ്ട്. ഒന്ന് 25,000 ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല. എനിക്ക് അവിടെ ഈ എന്റെ സ്കോളർഷിപ്പ് വെച്ചിട്ട് എനിക്ക് ഒരു പൈസ പോലും എനിക്ക് അടയ്ക്കേണ്ടി വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ എന്റെ കോഴ്സ്, അതായത് PG പഠനം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു നമ്മുടെ ഒരു കൊറോണ സ്റ്റാർട്ടിങ് സമയമാണ്. അപ്പൊ എന്റെ ഈ ഒരു ജേർണിയെ പറ്റി ഞാൻ പറയുവാണ്. എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ജേർണി, ഇപ്പോൾ ഉള്ള സിസ്റ്റത്തെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം എന്ന് പറയുന്നത്, ഇന്ത്യന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് നല്ലതാണ്. ഞാൻ ഇത്രയും നാള് ഇന്ത്യൻ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലാണ് പഠിച്ചിട്ടുള്ളത്. അതിലെനിക്ക് ഒരു ഒരു പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഇല്ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് നേരാമണ്ണം അല്ലാത്ത കുറെ പരിപാടികൾ ഈ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിലൂടെ എനിക്കത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം പലയിടത്തും പാർട്ടി ബേസിസിലും അതുപോലെ തന്നെ പല ബേസിസിലും പലരുടെയും റെക്കമെൻഡേഷൻ കൊണ്ടും ഒക്കെ ഒരുപാട് കുട്ടികൾ പുറകിലാവുന്നുണ്ട്. അതുപോലെ പൈസ വെച്ചിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പിൻവാതിൽ നിയമനങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അതെനിക്ക് ഇവിടെ പറയുന്നതിൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. കാരണം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളതും ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ ഞാൻ അനുഭവിച്ച കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. എനിക്ക് അതിൽ ഒരു റിഗ്രറ്റും ഇല്ല. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും, നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു ഇത് കിട്ടും എന്നുള്ളത്, ഒരു റിസൾട്ട് ഉണ്ടാവും, ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ മെഡിക്കൽ കോളേജിൽ അവിടെ ട്രെയിനിങ്ങിന് കയറി ഈ ഒരു കൊറോണ സമയത്ത്. അതിനുശേഷം ഈ ഒരു RGCBില് രാജീവ് ഗാന്ധി അവിടെ റിസർച്ചിൽ ആണ് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് നാള്. അതിനുശേഷം എന്റെ മാരേജ് സമയമൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ കയറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം വർക്ക് ചെയ്തതിനു ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ട്രാവലിങ്ങിന്റെ ബുദ്ധിമുട്ടും അവിടെ ആ സമയത്ത് എല്ലായിടത്തും ക്ലോസ്ഡ് ആയതുകൊണ്ടും എനിക്ക് പിന്നെ കയറാൻ പറ്റില്ല. അത് മാത്രമല്ല ട്രിവാൻഡ്രത്തേക്ക് വരുന്നതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അന്ന് കോട്ടയത്താണ് താമസിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു കൊറോണ കഴിഞ്ഞ് വരുന്ന സമയത്ത്, കൊറോണ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല, എന്റെ മാരേജ് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞ്, ഒരു 6-7 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്ത് ട്രിവാൻഡ്രം അല്ല, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞാൻ ജോബ് അന്വേഷിച്ചിട്ട് പോവാണ്. അതായത് എന്റെ എലിജിബിലിറ്റി, എന്റെ സർട്ടിഫിക്കറ്റ്സുമായിട്ടും ഞാൻ അതായത് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് പോവാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നു, എന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും എഴുതി. അവിടെയുള്ള RCCയിലെ ക്യാൻസർ സെന്ററിലെ അവിടെയുള്ള ഇവരോട് ഞാൻ സംസാരിക്കുന്നു. അവരെല്ലാം ഞാനതിൽ എലിജിബിൾ ആണെങ്കിൽ പോലും അവർ പറയുന്നത് റെക്കമെൻഡേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കയറ്റാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതും കൂടെ ആയപ്പോൾ എന്റെ പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെ അതായത് എല്ലാ കാര്യങ്ങളും റെഡിയായി, നമുക്ക് അവിടെ കയറാൻ പറ്റും എന്നുള്ള സിറ്റുവേഷൻ. ജസ്റ്റ് ഒരു ട്രെയിനി ആയിട്ടാണ് ഞാൻ അവിടെ കയറാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് ഈ ഒരു ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹവും അവർക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ആഗ്രഹം കൊണ്ടാണ് ഞാൻ അവിടെ കയറുന്നത്. അല്ലാതെ സാലറി കിട്ടണം എന്നുള്ള താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് കൊണ്ടുള്ളതല്ല. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് എനിക്ക് കയറണമെന്നുണ്ടായിരുന്നത്. പക്ഷെ അവർ അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ റെക്കമെൻഡേഷൻ ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ, പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധമുണ്ടോ, അതായത് ഒരു പർട്ടിക്കുലർ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായത്. അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതിന്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചു. അത് മാത്രമല്ല കോട്ടയത്ത് എനിക്കതിന്റെ ആവശ്യമില്ല, അതിന് അങ്ങനെ കയറേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ചു. ഇതിനിടയ്ക്ക് നമുക്കൊരു ഓവർസീസ് സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് വിദേശത്ത് പോയി നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കേരള ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റും ഒക്കെ നമുക്ക് സ്കോളർഷിപ്പ് തരുന്നുണ്ട്. അപ്പൊ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തു. ഈ സ്കോളർഷിപ്പ് ട്രിവാൻഡ്രത്താണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രിവാൻഡ്രം ആണല്ലോ നമ്മുടെ ഇതിന്റെ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് നടക്കുന്ന ഓഫീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക്, ഹസ്ബൻഡ് കോട്ടയത്താണ്, ഞാൻ കയറി ഇറങ്ങി നടക്കുവാണ്. സെക്രട്ടേറിയറ്റിനും അവിടെയും ഇവിടെയും എല്ലാം കയറി ഇറങ്ങി നടക്കുവാണ്. എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്തു. ഞാൻ എലിജിബിളും ആണ്. അവിടെ ഒരാളെന്നെ ഗൈഡ് ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും കൊടുത്തു, എല്ലാ ഡോക്യുമെന്റ്സും കൊടുത്തു, എല്ലാ സംഭവങ്ങളും ചെയ്തു. എല്ലാത്തിനും എലിജിബിൾ ആണ്. പക്ഷെ ഇവര് ലാസ്റ്റ് ടൈം ആയപ്പോൾ അവരുടെ റെക്കമെൻഡേഷനിലുള്ള അല്ലെങ്കിൽ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ സൈറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അവിടെയും ഞാൻ തകർന്നു പോയി. അതായത് നമുക്ക് വാല്യൂ ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അന്ന് ഞാൻ ഒത്തിരി വിഷമിച്ചു, ഒത്തിരി തകർന്നു പോയി. അതായത് നമുക്ക് എവിടെയും എല്ലായിടത്തും ഇത് തന്നെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പോകണ്ട, എനിക്ക് അങ്ങനെ പൈസ കൊടുത്ത് കയറണ്ട, അല്ലെങ്കിൽ പൈസ കൊടുക്കാനില്ല എന്നല്ല, ഇങ്ങനെ വെറുതെ പൈസ കൊടുത്ത് നമ്മൾ ജോലി മേടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മളെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളതാണ്. അതുപോലെ ആ സമയത്താണ് ഞാൻ കേൾക്കുന്നത് റാങ്കിലൊക്കെ ഒരുപാട് പേര് അവരെ കയറ്റാതെ പിൻവാതിൽ നിയമനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പല അനീതികളും പലയിടങ്ങളിലും നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഈ പരിപാടി വെച്ച് മതിയാക്കിയത്. ഈ ഒരു ജോലി
ഗവൺമെന്റിൽ PSC എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമയം വേസ്റ്റ് ആക്കി ഇതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് എന്ത് വന്നാലും ഇതിന്റെ പുറകിൽ ഒരാൾ നമുക്ക് വേണ്ടി വേണം, കുറച്ച് പൈസയും വേണം കൊടുക്കാൻ. അപ്പൊ ഈ പരിപാടി വേണ്ടാന്ന് വെച്ചു. അങ്ങനെ അതിനുശേഷം ഞാൻ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ട്രിവാൻഡ്രത്ത് ഒരു ജനറ്റിക്ക എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തു. അതിനുശേഷം RCCയിൽ ഞാൻ കയറി. RCCയിൽ ഒരു ഇന്റർവ്യൂവിന് പോയി. അവിടെ 4 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. 4 വേക്കൻസിയാണുള്ളത്. ആ വേക്കൻസി, ആ എക്സാം എല്ലാം കഴിഞ്ഞ് അവിടെ ഒരു എക്സാം ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ടെസ്റ്റ് നടത്തും. ഈ ടെസ്റ്റ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോഴാണ് അറിയുന്നത് ആ സീറ്റിൽ ഓൾറെഡി ആളെ ബുക്ക് ചെയ്തിട്ടാണ്. ആളെ എടുത്തതിന് ശേഷമാണ് വെറുതെ ജസ്റ്റ് ഒരു എക്സാം എഴുതിപ്പിക്കുന്നത്. അപ്പൊ ഓൾറെഡി ആളെ എടുത്ത് വെച്ചിട്ട് ഞാൻ അവിടെ പരിചയപ്പെട്ട കുട്ടി അന്ന് കയറാൻ, അപ്പൊ ആ കുട്ടിക്ക് ഇന്നും അവിടെ കയറാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഓൾറെഡി ഒരു 4 പേരെ എടുത്ത് വെച്ചിട്ടാണ് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമവും സങ്കടവും തോന്നിയത്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ച സാധാരണക്കാരായിട്ടുള്ള ഒത്തിരി കുട്ടികൾ ഇന്ന് ഈ ലോകത്തെന്നല്ല, ഇന്ത്യയിൽ, കേരളത്തിൽ, മെയിൻലി കേരളത്തിലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഈ അനീതികൾ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികളുടെ ലൈഫാണ് സ്പോയിൽ ആവുന്നത്. ഞാൻ കണ്ടിട്ടുള്ള പല ഫ്രണ്ട്സ്, എന്റെ കൂടെ പഠിച്ചിട്ടുള്ള പല ഫ്രണ്ട്സും നല്ല റാങ്ക് മേടിച്ചിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ റാങ്ക് മേടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ MG യൂണിവേഴ്സിറ്റിയിലൊക്കെ റാങ്ക് മേടിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് കോളേജുകൾ ആണ് ആ ഒരു കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നത്. ചിലപ്പോൾ 200-300 കോളേജുകൾ അതിന്റെ അണ്ടറിൽ വരും. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി. ഇപ്പൊ നമ്മൾ ഒരു കോളേജിൽ ഇത്ര കുട്ടികളുമായിട്ടല്ല നമ്മളവിടെ അവിടെ മത്സരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ കുട്ടികളിൽ നിന്നുള്ള മാർക്കല്ല. ഇത് ഒരു കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ 200-300 കോളേജിലെ കുട്ടികളാണ് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതുന്നത്, ഓരോ ബാച്ചിലും. അതുപോലെ തന്നെയാണ് MG യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ ഈ കുട്ടികളിൽ അവിടെ 1ാം റാങ്ക് മേടിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളായിരിക്കും, അത്രയും മിടുക്കരായിട്ടുള്ള കുട്ടികളായിരിക്കും. ആ കുട്ടികൾ പോലും ഇന്ന് വീട്ടിലിരുന്ന് അവർക്ക് ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ എലിജിബിലിറ്റിക്കോ അവരുടെ പ്രയത്നത്തിനോ ഒന്നും വാല്യൂ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. അവരൊക്കെ ഇതുപോലുള്ള ഒരുപാട് വാതിലുകൾ മുട്ടിയിട്ടുണ്ടാവും. പക്ഷെ അനീതികളും അനിഷ്ട സംഭവങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒന്നും പഠിക്കാത്തവരും, അതുപോലെ ഒരു കഴിവില്ലാത്തവരും മുന്നിലേക്ക് വന്നതിന്റെ അമർഷമല്ല ഞാൻ ഈ പറയുന്നത്. കള്ളത്തരങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പൈസ കൊടുത്ത് പല കള്ളത്തരങ്ങളും ഇന്ന് ഈ ഒരു ജനറേഷനിൽ നടക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ ഒരു അമർഷം എനിക്കുണ്ട്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട കുട്ടികൾ, ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾ, അതുപോലെ പൈസ കൊടുക്കാൻ പറ്റാതെ അവരുടെ പ്രയത്നം ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളും മാറ്റിവെച്ച് അവർ കഷ്ടപ്പെട്ട് പഠിച്ചതും, അല്ലെങ്കിൽ അവരുടെ ഫാമിലി അതിന് വേണ്ടിയിട്ട് അവരെ കഷ്ടപ്പെട്ട് അതിനൊന്നും വാല്യൂ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് നമ്മളിന്ന് കാണുന്നത്. പലയിടത്തും ഇത് തന്നെയാണ് കാണുന്നത്. ഈ ഒരു അനീതി ഞാനിത് എന്റെ നേരിട്ട് ഞാനിത് കണ്ടിട്ടുണ്ട്. പലയിടങ്ങളിലും ചോദിക്കുന്നത്, നിങ്ങൾ ഇന്ന ആളെ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ ഇന്ന ആൾ വഴി വരുവാണെങ്കിൽ ആ ആള് നിങ്ങളെ റെക്കമെൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ ആ ആളുടെ എന്തെങ്കിലും ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങൾ പരിചയം ഉണ്ടോ, അവരാരെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പലയിടങ്ങളിലും ഞാൻ കേട്ടിട്ടുള്ളത്. സ്കോളർഷിപ്പിനും ഇത് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അവിടെ എല്ലാം ഒത്തിരി വിഷമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എന്ന് വെച്ചാൽ മുട്ടിയ വാതിലുകളൊക്കെ പല കള്ളത്തരങ്ങൾക്ക് വേണ്ടി അടഞ്ഞപ്പോ മുട്ടാത്ത വാതിലുകൾ എനിക്ക് വേണ്ടി ദൈവം തുറന്നു എന്നുള്ളതാണ്. ഇതാണ് എന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു സത്യം. അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒത്തിരി കുട്ടികൾ, അതായത് കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് പ്രയത്നത്തിനൊന്നും വാല്യൂ ഇല്ലാതെ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളുടെ സംഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ഒരു കടിഞ്ഞാണിടണം എന്നുള്ളത് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അത് നടക്കുമെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യുന്നവരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഈ സമൂഹത്തിൽ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള കുട്ടികളും ഒക്കെ വിഷമിക്കും എന്നുള്ളത് തന്നെയാണ് സത്യം. ഈ ഒരു റാങ്ക് കിട്ടിയ കുട്ടികളും, അതുപോലെ നല്ലവണ്ണം കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികളും, അതായത് സാധാരണക്കാരായിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ചവർ നല്ല റാങ്കിങ്ങിൽ എത്തിയ ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരൊക്കെ ഒന്നും അല്ലാതെ ആയിത്തീരുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അവർക്ക് വളരാനുള്ള സാഹചര്യങ്ങളോ അവർക്ക് അതിനുള്ള സിറ്റുവേഷൻസോ ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പാർട്ടികളുടെ സ്വാധീനം ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് കഴിവില്ലാഞ്ഞത് കൊണ്ടോ, അവർക്ക് നല്ല മാർക്കില്ലാഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല, അവർക്ക് ഈ ഒരു പൈസ ഇല്ലാത്തത് കൊണ്ടും റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലാത്തത് കൊണ്ടോ ഒക്കെ പിന്തള്ളപ്പെട്ടു പോയ ഒത്തിരി കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെയൊന്നും പതറിപ്പോയില്ലായിരുന്നു. ഞാൻ വീണ്ടും മുന്നോട്ട് തന്നെ പോയി. എനിക്ക് കള്ളത്തരത്തിലൂടെ ജോലി മേടിക്കേണ്ട എന്നുള്ള തോട്ട് തന്നെയായിരുന്നു. ആരുടെ റെക്കമെൻഡേഷൻ എനിക്ക് എന്ന് വെച്ചാൽ ഒരു പാർട്ടികളുടെ റെക്കമെൻഡേഷൻ എനിക്ക് വേണ്ട, റെക്കമെൻഡേഷനിലൂടെ എനിക്ക് ജീവിക്കേണ്ട എന്നുള്ള തോട്ട് തന്നെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി റിഗ്രറ്റ് അടിക്കേണ്ട കാര്യമില്ല. മറ്റുള്ള കള്ളത്തരങ്ങളിലൂടെ ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും അവർക്ക് ഭയമായിരിക്കും. അയ്യോ, ഞാൻ ഈ വഴി കൂടെയാണല്ലോ കയറിയത്. അങ്ങനെയുള്ള ഒരുപാട് പേഴ്സണലി എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ അറിയാം. കള്ളത്തരത്തിലൂടെയൊക്കെ ജോലി മേടിച്ചിട്ട് ഒരു മനസമാധാനം ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് മനസമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമല്ലോ. ജോലി ഇല്ല എന്നുള്ളത് കുറച്ച് നാളത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് സമാധാനത്തോടെ, അല്ലെങ്കിൽ ഒരു കള്ളത്തരം ഇല്ലാതെ, ഇന്നും പല കള്ളത്തരങ്ങളുടെ ലോകമാണെന്ന്.
കള്ളം പറഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ കള്ളം ചെയ്ത് ജീവിക്കുന്നവരും കള്ളത്തരത്തിലൂടെ ജീവിക്കുന്നവരും എന്തുവാണ് ഇല്ലീഗലായിട്ട് പോയിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് സമാധാനത്തോടെ ഉറങ്ങുമ്പോൾ മനസമാധാനമായിട്ട് കിടക്കാൻ പറ്റുക, മനസമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്. ഈ കള്ളത്തരത്തിലൂടെ ജോലിയൊക്കെ മേടിച്ചിട്ട് പണം സമ്പാദിച്ചു കൂട്ടുന്ന ആൾക്കാർക്ക് അവർക്ക് സമാധാനം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ നേരാവണ്ണം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു റിവാർഡ് ഉണ്ടാവും, ഒരു പ്രതിഫലം കിട്ടുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു നീറ്റ് എന്ന് പറയുന്ന എക്സാം എന്ന് പറയുന്നത് അത്രയും കഷ്ടപ്പെട്ട ഓരോ കുട്ടികളും പഠിക്കുന്നതാണ്. അതിന്റെ ഒരു പ്രയത്നം അത്രയും വലുതാണ്. ആ കുട്ടികൾ അത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകുമ്പോൾ. ഇപ്പോൾ യഥാർത്ഥമായിട്ട് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളായിരിക്കില്ല ഈ റാങ്കിങ്ങിലേക്കൊക്കെ വരിക. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അടുത്തേക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു കുട്ടിയും ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ വിഷമിച്ച് മാനസികമായിട്ടൊക്കെ തകർന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഒരു ഗൈഡൻസ് കിട്ടാതെ അവരുടെ ജീവിതം തന്നെ മുന്നോട്ടുള്ള ജീവിതം, അവരുടെ 17 വയസ്സെന്ന് പറയുന്ന അവരുടെ മുന്നോട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ആ സമയത്ത് അവർ തകർന്നു പോയാൽ പിന്നെ അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ തന്നെ നമ്മൾ പുറകിലോട്ട് പോകരുത്. കള്ളത്തരത്തിലൂടെ നമുക്ക് ഒന്നും നേടാനില്ല. കള്ളത്തരത്തിലൂടെ നേടുന്നതെല്ലാം അങ്ങനെ തന്നെ അവസാനിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ള എന്റെ ജീവിതത്തിലെ പാഠം. അതുകൊണ്ട് നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.